ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ കൂട്ടുകാരൊക്കെ സുഖമായിട്ടൊക്കെ ഇരിക്കണോ? ഞാനത് സുഖമായിട്ടൊക്കെ ഇരിക്കണോ കേട്ടോ. അപ്പോൾ 2 ദിവസം മുൻപ് ഞാൻ പറഞ്ഞായിരുന്നു നിങ്ങൾക്ക് അമ്പഴങ്ങ അച്ചാറിടുന്ന കാണിച്ചു തരാമെന്ന്. വീഡിയോ ഇടാൻ പറ്റിയില്ല, എന്നാൽ അത് ഇന്ന് ഇട്ടേക്കാന്ന് കരുതി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അമ്പഴങ്ങ അച്ചാറിടുന്നത് എങ്ങനെയാണെന്നാണ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്യുക. അപ്പോൾ ഇന്നലെ മാമൻ്റെ വീട്ടിൽ പോയിട്ട് വന്നപ്പം കൊണ്ടുവന്നതായിരുന്നു അമ്പഴങ്ങ. കുറേ ഉണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴുകി നല്ല വൃത്തിയാക്കിയിട്ട് മാങ്ങ അരിയുന്ന പോലെ അരിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. വലിയ അമ്പഴങ്ങ ആയതുകൊണ്ടാണ് ഇത് ഇങ്ങനെ അരിയുന്നത്. ഇതിന് നല്ല രീതിയിൽ ഉപ്പൊക്കെ പുരട്ടി വെക്കും. നിങ്ങൾ അരിയുമ്പോൾ അമ്പഴങ്ങ സാധാരണ ഞാൻ കണ്ടിട്ടുള്ള ഇങ്ങനെ 4ആയിട്ട് കീറിയിടുന്നതായിട്ടാണ്. ഇതിന് കുരുവില്ലായിരുന്നു കേട്ടോ ഈ അമ്പഴങ്ങയ്ക്ക്. അതിന് മുൻപായിട്ട് ഇതിന് വേണ്ടിയിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ഒന്ന് പരിചയപ്പെടുത്തരാം. ഞാൻ ഇവിടെ ഒരു 4-5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാട്ടോ എടുത്തേക്കുന്നത്. കാശ്മീരി മുളക് പൊടി, ഉലുവാപ്പൊടി, പിന്നെ അല്പം കറിവേപ്പില, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നിങ്ങൾക്ക് ചതച്ചാലെടുത്താൽ മതി കേട്ടോ. ഞാൻ എൻ്റെ ചതയ്ക്കാൻ നോക്കിയതാണ്, പക്ഷേ പേസ്റ്റായിപ്പോയി. പിന്നെ വേണ്ടത് നമ്മുടെ മഞ്ഞൾപ്പൊടി, ഇത്രയും വേണം. പിന്നെ പ്രധാനമായിട്ട് വേണ്ടത് കായവും നല്ലെണ്ണയാണ് ഇതിന് ഉപയോഗിക്കുന്നത്. എന്നാൽ നമുക്ക് തുടങ്ങിയാലോ? അപ്പോൾ ഞാനിവിടെ വലിയൊരു ഉരുളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ നല്ലെണ്ണയിലിട്ട് നമുക്ക് ആദ്യം അമ്പഴങ്ങ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമ്മളത് അരിഞ്ഞ് വെച്ചിരിക്കുന്ന അമ്പഴങ്ങ എല്ലാം ഇട്ട് കൊടുത്തു കേട്ടോ. ഈ അമ്പഴങ്ങ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അരിയാം കേട്ടോ. അമ്മയ്ക്ക് അരിയുന്ന ഇഷ്ടമായതുകൊണ്ട് അമ്മ ഇതിങ്ങനെ മാങ്ങ അരിയുന്ന പോലെ അറിഞ്ഞു. പിന്നെ നല്ല മാംസമുള്ള അമ്പഴങ്ങയായിരുന്നു കേട്ടോ, അതുകൊണ്ടാണ് ഇങ്ങനെ അരിഞ്ഞത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് 4ആയിട്ട്, ചെറിയ അമ്പഴങ്ങയൊക്കെ ആണെങ്കിൽ 4ആയിട്ട് കീറിയിട്ടാൽ മതി. ഇതിന് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലായിടത്തും ആ എണ്ണ പിടിക്കണം. അതൊന്ന് നല്ലതുപോലെ ഒന്ന് പാടിക്കിട്ടണം. പെട്ടെന്ന് തന്നെ വാടും കേട്ടോ. അപ്പോൾ അമ്പഴങ്ങയുടെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്, വെന്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. എന്നിട്ട് ഇതേ എണ്ണയിൽ തന്നെയാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ളത്. അമ്പഴങ്ങയെല്ലാം കോരി മാറ്റിയതിന് ശേഷം ഞാൻ കുറച്ചും കൂടി എണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. എണ്ണ നന്നായി ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളിത് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അല്പം കറിവേപ്പിലയും വറ്റൽമുളകും ഉണ്ടെങ്കിൽ വറ്റൽമുളകും കൂടി ഇട്ട് എല്ലാം കൂടി ഒരു ബ്രൗൺ കളറുണ്ട് ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും ഇതിലേട്ടുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉലുവാപ്പൊടി. ഇനി എടുത്ത് വെച്ചിരിക്കുന്ന ഈ പൊടികളെല്ലാം ആ എണ്ണയിലോട്ടൊന്ന് ഇട്ട് കൊടുത്ത് അതിൻ്റെ ആ പച്ച മണം ഒന്ന് മാറുന്നിടം വരെ ഒന്ന് ചൂടാക്കിയെടുക്കാൻ സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ പൊടിയെല്ലാം കരിഞ്ഞു പോകും. അപ്പോൾ പൊടി മൂത്ത് വന്നപ്പോഴത്തേക്ക് ഞാൻ ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള മെയിൻ ഇൻഗ്രീഡിയൻസായ കായം കൂടെ ചേർത്ത് കൊടുക്കുക. അച്ചാറുകൾക്കെല്ലാം വേണ്ട പ്രധാനപ്പെട്ട ഒരു സാധനമാണ് കായം. അതും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. നമ്മുടെ കായം എല്ലാ പൊടികളിലെല്ലാം ഒന്ന് മിക്സ് ആവട്ടെ. ഇനി അടുത്തതായിട്ട് വേണ്ടത് വിനാഗിരിയാണ്. വിനാഗിരിയും കൂടെ ആവശ്യത്തിന് വിനാഗിരി ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനൊരു അതിൻ്റെ അമ്പഴങ്ങ എന്ന് പറഞ്ഞാൽ 5 കിലോയിൽ കൂടുതലുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാൻ ആ കണക്കിനാണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഈ പൊടികളെല്ലാം കൂടെ ആ വിനാഗിരിയിലും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നല്ലത് കുഴമ്പ് പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. ഞാൻ ഓർത്തു അച്ചാറൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കുമ്പോൾ ഓർത്തു ഭയങ്കര പാടായിരിക്കുന്നു, പക്ഷെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ ഒന്ന് വാട്ടിയെടുത്ത് ആ എണ്ണയിലിട്ട് വാട്ടിയെടുത്ത് നമ്മുടെ അമ്പഴങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ നമ്മൾ നേരത്തെ മൂപ്പിച്ച് ആ പൊടിയിലിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അമ്പഴങ്ങ എല്ലാം ആ പൊടിയിൽ നല്ലോണം പിടിക്കണം. അമ്പഴങ്ങ ഇനി പ്രത്യേകിച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. അമ്പഴങ്ങ നമ്മൾ ആദ്യം തന്നെ ഒന്ന് വാട്ടിയെടുത്തേക്കുന്നതാണല്ലോ. അപ്പോൾ നല്ല പൊടികൾ നമ്മുടെ അമ്പഴങ്ങ നല്ലോണം പിടിച്ചിട്ടുണ്ട്. നമ്മുടെ 2 മിനിറ്റ് പിന്നെ വെച്ചാൽ മതി കേട്ടോ. പൊടികൾ മസാലകളെല്ലാം കൂടി ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോഴത്തേക്കും നമ്മുടെ അമ്പഴങ്ങ അച്ചാർ റെഡിയാവും. ഇതിന് ഞാൻ പല വീടുകളിലിട്ട് പോകാനുള്ളത്. അമ്മ അച്ചാർ ഉണ്ടാക്കുമ്പോൾ അമ്മയുടെ അനിയത്തിക്ക് കൊടുക്കും, ചേച്ചിക്ക് കൊടുക്കും, ആങ്ങളയ്ക്ക് കൊടുക്കും. ഈ 3 വീട്ടിലേക്കും ഈ അമ്പഴങ്ങ അച്ചാറിന് കൊടുത്തു വിടും. ഞാൻ മാമൻ്റെ വീട്ടിൽ നിന്നാണല്ലോ ഇത് കൊണ്ടുവന്നത്. എൻ്റെ മാമന് കൊടുക്കണം, എൻ്റെ കുഞ്ഞമ്മയ്ക്ക് കൊടുക്കണം, ചേച്ചിക്കും കൊടുക്കണം. അപ്പോൾ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയുന്നില്ല, നല്ല സൂപ്പർ അച്ചാറായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും അമ്പഴങ്ങയൊക്കെ ഉണ്ടെങ്കിൽ കിട്ടുമ്പോൾ ഇടയ്ക്കൊന്ന് ഉണ്ടാക്കി നോക്കും ഇതുപോലെ കേട്ടോ. സൂപ്പറാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പുതിയതായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്യാം കേട്ടോ. ബായ്.